അഭിഷേകിന് ആരുടെയും ഫോട്ടോയോ ഒന്നും കാണാൻ പോലും തോന്നിയിരുന്നില്ല. അവനിപ്പോൾ മാരേജിനോട് തന്നെ ഇഷ്ടമുണ്ടായിരുന്നില്ല. അവൻ്റെ കരിയർ മാത്രമായിരുന്നു അവൻ ചിന്തിച്ചിരുന്നത്. PhD എടുക്കണം, കരിയർ ഗ്രോത്ത് ഉണ്ടാക്കണം എന്നത് മാത്രമായിരുന്നു അവൻ്റെ മനസ്സ് മുഴുവൻ. അമ്മ പിന്നെയും നിർത്താതെ ഓരോന്ന് പറഞ്ഞുകൊണ്ടേയിരുന്നു. മോനെ അഭി, നീ ദിവസം എത്ര പെൺപിള്ളേരെയാ കോളേജിൽ കാണുന്നേ? അതിലേതെങ്കിലും ഒന്നിനെ ഇഷ്ടപ്പെടത്തില്ലേ? നിന്നെ ഇഷ്ടത്തിനുള്ള ആരെയും നീ ഇതുവരെ കണ്ടിട്ടേ ഇല്ലേ? അവസാനം സഹികെട്ട് അമ്മ ചോദിച്ചു പോയി. അപ്പോഴേക്കും അവൻ്റെ മനസ്സിലേക്ക് അറിയാതൊരു മുഖം വന്നു, സ്നേഹ. പക്ഷേ അവൻ്റെ അഭിമാനം അതിനനുവദിച്ചില്ല. ടീച്ചർ താൻ പഠിപ്പിക്കുന്ന കുട്ടിയെ അങ്ങനെ കാണാൻ പാടില്ല. ആ ചിന്ത അവൻ്റെ മനസ്സിലൂടെ കടന്നുപോയി. വളരെ നേരത്തെ തന്നെ ആ അമ്മയ്ക്ക് അഭിയെക്കൊണ്ട് തൻ്റെ സഹോദരൻ്റെ മകൾ അനന്യ വിവാഹം കഴിപ്പിക്കണമെന്നുണ്ടായിരുന്നു. പക്ഷേ അഭിക്ക് അത്രയും മോഡേൺ ആയിട്ടുള്ള പെൺകുട്ടികളൊന്നും തീരെ ഇഷ്ടമുണ്ടായിരുന്നില്ല. അതുകൊണ്ട് അവസാനം അമ്മ മറ്റു പെൺകുട്ടികളുടെ ആലോചനയെങ്കിലും നോക്കാൻ തുടങ്ങിയത്. ഇനിയും മകൻ്റെ വിവാഹം നടന്നില്ലെങ്കിൽ ലേറ്റായി കഴിഞ്ഞാൽ അത് ബുദ്ധിമുട്ടാകുമെന്ന് അമ്മയ്ക്ക് ഉറപ്പായിരുന്നു. കാരണം അമ്മ മാത്രമേ അവനുണ്ടായിരുന്നുള്ളൂ. അമ്മയുടെ മരണശേഷം അവൻ ഒറ്റയ്ക്കായി പോകുമെന്ന ചിന്തയാണ് അവരെ കൊണ്ട് എപ്പോഴും വിഷമിപ്പിച്ചിരുന്നത്. അനന്യയ്ക്കാണെങ്കിൽ ഏകദേശം 27 വയസ്സായി. അവൾക്കും ഒരേ നിർബന്ധമാണ്, അഭിയെ തന്നെ വിവാഹം കഴിക്കണം എന്നുള്ള നിർബന്ധം തന്നെയാണ് അവൾക്കും. അവൾ ബാംഗ്ലൂരിലാണ് ജോലി ചെയ്യുന്നത്. വെക്കേഷൻ ആയതുകൊണ്ട് തന്നെ അവൾ നാട്ടിലെത്തിയിരുന്നു. എങ്ങനെയെങ്കിലും അഭിയെ അമ്മയുടെ വീട്ടിൽ കൊണ്ടുവന്ന് അഭിയെയും അമ്മയെയും വീട്ടിൽ കൊണ്ടുവന്ന് നിർത്തി അഭിയുടെ ചിന്തകളൊക്കെ മാറ്റി വിവാഹം നടത്തണമെന്ന ഒറ്റ തീരുമാനമായിരുന്നു അവൾ ഇപ്രാവശ്യം നാട്ടിലേക്ക് വന്നത്. അതുകൊണ്ട് തന്നെ അഭിയുടെ അമ്മയോട് അനന്യയുടെ അമ്മ ഓരോ കാര്യങ്ങളും സംസാരിച്ച് എങ്ങനെയെങ്കിലും ഓണത്തിന് അഭിയെ അവരുടെ വീട്ടിൽ വന്ന് നിർത്തുന്ന കാര്യമൊക്കെ ചർച്ച തുടങ്ങി. അഭിയോട് പറഞ്ഞാൽ എന്തായാലും നടക്കില്ലെന്ന് അമ്മയ്ക്ക് അറിയായിരുന്നു. പക്ഷേ അവർ ഓരോന്ന് പറഞ്ഞ് എങ്ങനെയെങ്കിലും അഭിയെ സമ്മതിക്കാനുള്ള പ്ലാനുകൾ ഓരോന്നായി ചെയ്യാൻ തുടങ്ങി. അവളുടെ നിർബന്ധം കൂടിയതോടെ ഒരു ദിവസം വീട്ടിലേക്ക് വന്ന് ഭക്ഷണം കഴിച്ചിട്ട് പോകണമെന്ന് അനന്യയുടെ അമ്മയും പലതവണ പറഞ്ഞു. അഭിഷേകിനെയും സരസ്വതിയെയും വീട്ടിലേക്ക് ക്ഷണിച്ചു. ബന്ധുക്കളായിരുന്നതിനാൽ ഓണാവധിക്കാലത്ത് കുറച്ച് ദിവസം അവരുടെ വീട്ടിൽ വന്ന് തങ്ങണമെന്നായിരുന്നു അനന്യയുടെ വീട്ടുകാരുടെ നിർബന്ധം. ആദ്യം അഭിഷേക് അതിനൊട്ടും താല്പര്യം കാണിച്ചില്ല. ഒരു ദിവസം വന്നിട്ട് പോകാം, അത്ര മതി എന്നായിരുന്നു അവൻ്റെ നിലപാട്. പക്ഷേ സരസ്വതി അമ്മയുടെ നിർബന്ധവും ബന്ധുക്കളുടെ സ്നേഹപൂർവ്വമായ ക്ഷണവും ഒടുവിൽ അവനെ സമ്മതിപ്പിച്ചു. അങ്ങനെ 5 ദിവസത്തേക്ക് അവർ അനന്യയുടെ വീട്ടിൽ താമസിക്കാൻ തീരുമാനിച്ചു. അതേസമയം നഗരത്തിൻ്റെ മറുവശത്ത് മറ്റൊരു വീട്ടിൽ വേറൊരു പോരാട്ടം നടക്കുകയായിരുന്നു. സ്നേഹയുടെ അമ്മ ലളിത വർഷങ്ങളായി അനന്യയുടെ വീട്ടിൽ വീട്ടുജോലിക്ക് പോകുന്ന ആളായിരുന്നു. വീട് വൃത്തിയാക്കുന്നതും പാചകത്തിൽ സഹായിക്കുന്നതും ഓണസദ്യയുടെ ഒരുക്കങ്ങളുമെല്ലാം സാധാരണ ലളിത തന്നെയായിരുന്നു നോക്കിയിരുന്നത്. പക്ഷേ ഇത്തവണ ഓണത്തിന് ദിവസങ്ങൾ മാത്രം ബാക്കിയിരിക്കെ ലളിതയ്ക്ക് തീരെ വയ്യാതെയായി. ശക്തമായ പനിയും ശരീരവേദനയും കാരണം കിടക്കയിൽ നിന്ന് പോലും എഴുന്നേൽക്കാൻ പറ്റാത്ത അവസ്ഥ. അനന്യയുടെ അമ്മ തുടരെ വിളിക്കുകയായിരുന്നു. ലളിത, എപ്പോഴാണ് വരാൻ പറ്റുക? ഇവിടെ ആകെ വർക്കാണ്. ഓരോ തവണയും ലളിതയ്ക്ക് ഒരേ ഒരു മറുപടിയേ ഉണ്ടായിരുന്നുള്ളൂ, മാഡം ക്ഷമിക്കണം, എനിക്ക് എഴുന്നേൽക്കാൻ പോലും പറ്റുന്നില്ല. ആ സംഭാഷണം മുറിയുടെ ഒരു കോണിൽ നിന്ന് സ്നേഹ നിശബ്ദമായി കേട്ടുനിന്നു. അമ്മയുടെ ശബ്ദത്തിൽ നിറഞ്ഞിരുന്ന നിസ്സഹായത അവളുടെ മനസ്സിനെ വല്ലാതെ വേദനിപ്പിച്ചു. ഫോൺ വെച്ചതും അവൾ പതിയെ അമ്മയുടെ അടുത്തിരുന്നു. അമ്മേ, സാരമില്ല, ഞാൻ നാളെ പോയി നോക്കാം. ലളിത പെട്ടെന്ന് തല കുലുക്കി. വേണ്ട മോളെ, നിന്നെ ഞാൻ ഒരിക്കലും ഇങ്ങനെയുള്ള ജോലിക്ക് വിടില്ല. പക്ഷേ അമ്മയ്ക്ക് പോകാൻ പറ്റുന്നില്ലല്ലോ, അതൊക്കെ ഞാൻ എന്തേലും പറഞ്ഞൊപ്പിക്കാം. സ്നേഹ കുറച്ചു നേരം മിണ്ടാതിരുന്നു. അവൾക്കും ആ വീട്ടിൽ ജോലിക്ക് പോകണമെന്നൊരാഗ്രഹം ഉണ്ടായിരുന്നില്ല. കോളേജിലെ വിദ്യാർത്ഥിനിയായി താൻ മറ്റുള്ളവരുടെ വീട്ടിൽ പോയി ജോലി ചെയ്യുന്നത് ആരെങ്കിലും കാണുമോ എന്ന ചെറിയ ചമ്മലും അവളുടെ മനസ്സിലുണ്ടായിരുന്നു. എന്നാൽ കിടപ്പിലായ അമ്മയെ നോക്കിയപ്പോൾ ആ ചിന്തകളൊന്നും അവൾക്ക് വലിയതായി തോന്നിയില്ല. അവസാനം അവൾ അമ്മയുടെ കയ്യിൽ പിടിച്ച് പതിയെ പറഞ്ഞു, അമ്മേ, ഇത് നമ്മുടെ ആവശ്യമാണ്. ഒരു ദിവസം ഞാൻ പോയി എല്ലാം ഒന്ന് സഹായിച്ചിട്ട് വരാം. ലളിതയുടെ കണ്ണുകൾ നിറഞ്ഞു. മകളെ തടയാൻ അവർക്കെപ്പോഴും മനസ്സുണ്ടായിരുന്നു. പക്ഷെ സാഹചര്യം അത് അവരുടെ ഇഷ്ടത്തേക്കാൾ ശക്തമായിരുന്നു. പിറ്റേന്ന് രാവിലെ തന്നെ സ്നേഹ അനന്യയുടെ വീട്ടിലെത്തി. വലിയ ഗേറ്റും വിശാലമായ മുറ്റവും പൂന്തോട്ടവും 2 നില വീടും കണ്ടപ്പോൾ ഒരു നിമിഷം അവൾ അവിടെ തന്നെ നിന്നുപോയി. ഇത്ര വലിയൊരു വീട്ടിൽ അവൾ ആദ്യമായിട്ടായിരുന്നു വരുന്നത്. മുഖത്ത് ചെറിയൊരു അമ്പരപ്പും ഒപ്പം അപരിചിതമായൊരു മടിയും ഉണ്ടായിരുന്നു. അപ്പോഴേക്ക് അനന്യ പുറത്തേക്ക് വന്നു. വാതിൽക്കൽ നിൽക്കുന്ന സ്നേഹയെ ഒന്ന് അടിമുടി നോക്കി അവൾക്ക് എന്തോ ഒരു ഇഷ്ടക്കുറവ് തോന്നി. എത്ര സുന്ദരി വൃത്തിയായി നടക്കുന്ന ഒരു പെൺകുട്ടിയാണ് അവരുടെ വീട്ടിലെ ജോലിക്കായി വന്നിരിക്കുന്നതെന്ന കാര്യം അവൾക്ക് ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല. അവൾ ഒന്നും പറയാതെ അകത്തേക്ക് നടന്നു. അകത്ത് അനന്യയുടെ അച്ഛനോ അമ്മയോ ഏട്ടനോ ഉണ്ടായിരുന്നു. അവളുടെ ഏട്ടൻ അലൻ്റെ മാരേജ് ഫിക്സ് ആക്കിയിരുന്നു. എല്ലാവരും ഓണത്തിൻ്റെ തിരക്കിലായിരുന്നു. മോളെ, ലളിതയ്ക്ക് എങ്ങനെയുണ്ടിപ്പോൾ? അനന്യയുടെ അമ്മ ചോദിച്ചു. കുറച്ച് പനിയുണ്ട് മാഡം, അതുകൊണ്ടാണ് എന്നെ വിട്ടത്. ശരി, ഇന്ന് കുറച്ച് വർക്ക് കൂടുതലാണ്.
നിനക്ക് വല്ലതും അറിയോ? സ്നേഹ പുഞ്ചിരിച്ചുകൊണ്ട് തലയാട്ടി. അന്നു തന്നെയായിരുന്നു അഭിഷേക് സരസ്വതി അമ്മ ഉച്ചയ്ക്ക് ശേഷം വീട്ടിലെത്തുമെന്ന് പറഞ്ഞിരുന്നത്. അതുകൊണ്ട് വീട്ടിലാകെ വലിയ വൃത്തിയാക്കലും ഒരുക്കങ്ങളും ആയിരുന്നു. ആദ്യം മുകളിലത്തെ ഫ്ലോറൊന്ന് ക്ലീൻ ചെയ്യാം, അന്നയുടെ അമ്മ പറഞ്ഞു. അവിടെയുള്ള റൂംസ് എല്ലാം പൊടി തുടയ്ക്കണം, വിൻഡോസ് ക്ലീൻ ചെയ്യണം, ബാൽക്കണിയും സ്റ്റെയർകേസും ഒന്ന് വൃത്തിയാക്കണം എന്ന് പറഞ്ഞുകൊണ്ട് അവർ ഒരു ബക്കറ്റും മോപ്പും ക്ലീനിങ്ങും വിൻഡോ ക്ലീനറും എന്നിവ എടുത്ത് സ്നേഹയുടെ കയ്യിൽ കൊടുത്തു. എന്തെങ്കിലും വേണമെങ്കിൽ താഴെ വിളിച്ചാൽ മതി. ശരി ചേച്ചി. സ്നേഹ സാധനങ്ങളുമായി പതിയെ മുകളിലേക്ക് കയറി ഓരോ മുറിയും ശ്രദ്ധയോടെ വൃത്തിയാക്കാൻ തുടങ്ങി. ആ വീട്ടിലെ ഓരോ സാധനവും അവൾ വളരെ സൂക്ഷിച്ചാണ് കൈകാര്യം ചെയ്തത്. ഒന്നും കേടാകരുത് എന്നൊരു പേടി അവളുടെ ഓരോ ചലനത്തിലും ഉണ്ടായിരുന്നു. അപ്പോഴും അവൾക്ക് അറിയില്ലായിരുന്നു, ഇനി ഏതാനും മണിക്കൂറുകൾക്കകം ആ വീട്ടിലേക്ക് കടന്നു വരുന്ന ഒരാളെ കണ്ടാൽ തൻ്റെ ജീവിതം പ്രതീക്ഷിക്കാത്ത വഴിയിലേക്ക് തിരിയുമെന്ന്. സ്നേഹ മുകളിലെ നില വൃത്തിയാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. മുറികൾ ഓരോന്നായി തുടച്ച് വൃത്തിയാക്കി. ജനലുകളിലെ പൊടി തുടച്ച് ബാൽക്കണിയിലേക്ക് എത്തിയപ്പോഴായിരുന്നു പടികളിലൂടെ ആരോ കയറി വരുന്നതിൻ്റെ ശബ്ദം കേട്ടത്. അത് അനന്യയുടെ ഏട്ടനായിരുന്നു, അലൻ. പേരുപോലെ ഒരലന്ന ജന്മം. അലനും അബിയും എല്ലാം ഒരുമിച്ച് പഠിച്ച് വന്നവരാണ്. അലൻ ഒരു IT കമ്പനിയിൽ ജോലി ചെയ്യുന്നു. പെൺവിഷയത്തിൽ ഇത്തിരി കോഴിയാണ് അലൻ. സ്നേഹയെ കണ്ട മാത്രമേ തന്നെ തൻ്റെ കോഴിത്തരം എടുക്കാൻ തയ്യാറായ അലൻ. ജോലി തുടങ്ങിയോ? ഒരു ചിരിയോടെ അവൻ ചോദിച്ചു. അതെ. സ്നേഹ മര്യാദയ്ക്കായി മാത്രം മറുപടി പറഞ്ഞു. പിന്നെ വീണ്ടും തൻ്റെ ജോലിയിലേക്ക് തിരിഞ്ഞു. കുറഞ്ഞു കഴിഞ്ഞപ്പോൾ അവൻ വീണ്ടും അവിടെ തന്നെ വന്നു. ഇവിടെയൊക്കെ ക്ലീൻ ചെയ്തോ? വേണമെങ്കിൽ ഞാൻ കാണിച്ചു തരാം. ആവശ്യമില്ലാത്ത സഹായം വാഗ്ദാനം ചെയ്തുകൊണ്ട് അവൻ അവളുടെ ചുറ്റും തന്നെ നിന്നു. ഒരു പ്രാവശ്യം കടന്നു പോകുന്നതിനിടെ അറിയാത്ത പോലെ അവളുടെ തോളിൽ ചെറുതായി തട്ടി. ഓ സോറി, അവൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. സ്നേഹ ഒന്നും പറയാണ്ട് ഒരു ചുവട് മാറി നിന്നു. പക്ഷേ കുറച്ചു സമയത്തിന് ശേഷം അതേ കാര്യം വീണ്ടും ആവർത്തിച്ചു. ഇത്തവണ അവളുടെ മനസ്സിൽ അസ്വസ്ഥത വ്യക്തമായി തോന്നി. ഇത് അബദ്ധമല്ല എന്നൊരു തോന്നൽ അവളുടെ ഉള്ളിലൂടെ കടന്നുപോയി. മുഴുവൻ വീട് നിശബ്ദമായിരുന്നു. താഴെ എല്ലാവരും ഓണത്തിൻ്റെ ഒരുക്കങ്ങളിൽ തിരക്കിലായിരുന്നു. മുകളിലാകട്ടെ അവനും മാത്രമായിരുന്നു. അവൻ വെറുതെ ഓരോ മുറിയിലേക്കും കയറി ഇറങ്ങി. എന്തേലും കാരണം പറഞ്ഞ് അവിടെ തൻ്റെ ചുറ്റും കറങ്ങിക്കൊണ്ടേയിരുന്നു. പേര് സ്നേഹയല്ലേ? അതെ. ഏത് കോളേജിലാണ് പഠിക്കുന്നത്? SRM എഞ്ചിനീയറിംഗ് കോളേജ്. ഏത് ഡിപ്പാർട്ട്മെൻറ്റാ? മെക്കാനിക്കൽ. ഓ മെക്കാനിക്കലോ? പെൺകുട്ടികൾ കുറവല്ലേ? സ്നേഹയ്ക്ക് ആ സംഭാഷണം തുടരാൻ താല്പര്യമില്ലായിരുന്നു. അവൾ ഓരോ ചോദ്യത്തിനും ആവശ്യത്തിനും മാത്രം മറുപടി നൽകി വീണ്ടും ജോലിയിലേക്ക് ശ്രദ്ധ തിരിച്ചു. പക്ഷെ അവൻ സംഭാഷണം അവസാനിപ്പിക്കാനുള്ള ലക്ഷണമൊന്നും കാണിച്ചില്ല. വീണ്ടും വീണ്ടും ഓരോ ചോദ്യങ്ങൾ. ഏത് സ്ഥലമാണ്? ഫസ്റ്റ് ഇയർ ആണോ? ദിവസം ഇത്രയും ദൂരം പോവൂ? അങ്ങനെ സംസാരിക്കാൻ ഓരോ കാരണവും കണ്ടെത്തിക്കൊണ്ടേയിരുന്നു. സ്നേഹയ്ക്കുള്ളിൽ ഒരു അസ്വസ്ഥത വളർന്നുകൊണ്ടേയിരുന്നു. എത്രയും വേഗം ജോലി തീർത്ത് താഴേക്ക് ഇറങ്ങണമെന്ന ചിന്ത മാത്രമായിരുന്നു അവളുടെ മനസ്സിൽ. ആ വീട്ടിൽ അതിഥിയായി അല്ല, ആവശ്യത്തിൻ്റെ പേരിൽ ജോലിക്ക് വന്ന ഒരാളാണെന്ന ബോധ്യം അവളെ കൂടുതൽ മിണ്ടാതെയാക്കി. അതുകൊണ്ട് അവൻ്റെ പെരുമാറ്റം ഇഷ്ടപ്പെട്ടില്ലെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാകാതിരിക്കാൻ അവൾ മര്യാദയുടെ പരിധി വിട്ട് ഒന്നും പറയാതെ തൻ്റെ ജോലി വേഗത്തിൽ തീർക്കാൻ ശ്രമിച്ചു. മുകളിലത്തെ ജനലുകൾ തുടച്ചുകൊണ്ടിരുന്ന സ്നേഹ എത്രയും വേഗം ജോലി തീർത്ത് താഴേക്ക് ഇറങ്ങണമെന്ന ചിന്തയായിരുന്നു. അപ്പോഴാണ് അനന്യയുടെ ഏട്ടൻ വീണ്ടും അവിടേക്ക് വന്നത്. അതിങ്ങനെയല്ല, ഞാൻ കാണിച്ചുതരാം എന്ന് പറഞ്ഞ് അവൻ അവളുടെ അടുത്തേക്ക് നീങ്ങി. സ്നേഹ സ്വാഭാവികമായും ഒരു ചുവട് പിന്നിലേക്ക് മാറി. പക്ഷേ അവൻ അകലം പാലിക്കാതെ അവളുടെ തൊട്ടടുത്ത് നിന്നു. ജനൽ തുടയ്ക്കുന്ന കാര്യം പറഞ്ഞുകൊണ്ടായിരുന്നെങ്കിലും ആ സാമീപ്യം സ്നേഹയ്ക്ക് തീർത്തും അസ്വസ്ഥതയുണ്ടാക്കി. അവളുടെ കയ്യിലുണ്ടായിരുന്ന തുണി വാങ്ങുന്നതിനിടയിലും മോപ്പ് എടുക്കുന്നതിനിടയിലും ആവശ്യമില്ലാത്ത രീതിയിൽ കൈ സ്പർശിക്കാൻ ശ്രമിക്കുന്നതായി അവൾക്ക് തോന്നി. ഞാൻ ചെയ്തോളാം, അവൾ പതിഞ്ഞ ശബ്ദത്തിൽ പറഞ്ഞു. അതൊന്നും പ്രശ്നമില്ല എന്ന് പറഞ്ഞ് അവൻ വീണ്ടും അടുത്ത് നിന്നു. സ്നേഹയുടെ ഹൃദയമെടുപ്പ് വേഗത്തിലായി. ഇത്തരമൊരു സാഹചര്യം അവൾ ആദ്യമായാണ് നേരിടുന്നത്. സ്കൂൾ പഠനം മുഴുവൻ ഗേൾസ് സ്കൂളിലായിരുന്നു. കോളേജിൽ ചേർന്ന ശേഷവും ആൺകുട്ടികളുമായി അത്യാവശ്യത്തിന് മാത്രമേ സംസാരിച്ചിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ ഒരാൾ തൻ്റെ വ്യക്തിപരമായ ഇടം മാനിക്കാതെ പെരുമാറുന്നത് അവളെ വല്ലാതെ ഭയപ്പെടുത്തി. അവളുടെ കണ്ണുകൾ അറിയാതെ നിറഞ്ഞു. എന്നാൽ ഒന്നും പറയാൻ അവൾക്ക് ധൈര്യം ഉണ്ടായില്ല. ഈ വീട്ടിൽ താൻ അതിഥിയല്ലെന്നും അമ്മയ്ക്ക് പകരം ജോലിക്ക് വന്ന ആളാണെന്ന ബോധ്യം അവളെ കൂടുതൽ മൗനിയാക്കി. എങ്ങനെയെങ്കിലും താഴേക്ക് ഇറങ്ങണം, ആ ചിന്ത മാത്രമായിരുന്നു അപ്പോൾ അവളുടെ മനസ്സിൽ. ജനലിന് മുകളിലെ മാറാല അവൾ എത്താതെ എങ്ങനെയെങ്കിലും വൃത്തിയാക്കിയായിരുന്നു. പെട്ടെന്നാണ് അലൻ പിറകിലൂടെ വന്ന് അവളെ തൊടയിൽ ചേർത്ത് പിടിച്ചുയർത്തിയത്. പ്രതീക്ഷിക്കാതെ സ്നേഹ പേടിച്ചു വിറച്ചു വിളിച്ചു. അതിനോടൊപ്പം കയ്യിലെ മൂപ്പ് താഴെയിട്ടു. അവൻ പെട്ടെന്ന് പിടിവിട്ട് അവളെ താഴെ ഇറക്കി. എന്താണോ ഇങ്ങനെ പേടിച്ചാലോ? തിരിഞ്ഞു പോലും നോക്കാതെ അവൾ വേഗത്തിൽ കയ്യിലുണ്ടായിരുന്ന സാധനങ്ങളെടുത്ത് പടിയിറങ്ങാൻ തുടങ്ങി. അവിടെ നിന്ന് മാറി നിൽക്കുന്നതാണ് ഇപ്പോൾ ഏറ്റവും സുരക്ഷിതമെന്ന് അവൾക്ക് തോന്നി. ശബ്ദം കേട്ട് അനന്യ മുകളിലേക്ക് വന്നു. വിളറി വിയർത്ത മുഖവുമായി പേടിച്ച് പടികളിറങ്ങുന്ന സ്നേഹയെ കണ്ടപ്പോൾ അനന്യയ്ക്ക് ആകെ സംശയമായി. തൻ്റെ പുന്നാര ചേട്ടൻ എന്തോ പണിയൊപ്പിച്ചു എന്ന് അവൾക്ക് മനസ്സിലായി. കയറി വന്ന അവൾ അലനെ ഒന്ന് രൂക്ഷമായി നോക്കി.
എൻ്റെ ചേട്ടാ, നിൻ്റെ കോഴിത്തനം കൊണ്ട് ആ പെണ്ണിൻ്റെ അടുത്ത് പോകണ്ട. അതൊരു കൊച്ചു കുട്ടിയാണ്. കെട്ടുറപ്പിച്ചല്ലോ. ഒന്ന് പൊടിക്ക് അടങ്ങ് നീ. പോടി, ചേച്ചി കളിക്കാതെ. ഞാൻ അവനൊന്ന് ഹെൽപ്പ് ചെയ്യുന്നേ ഉള്ളൂ. പെൺപിള്ളേരെ ഹെൽപ്പ് ചെയ്യാൻ നീ മിടുക്കനാന്നറിയാം. വേലിക്ക് നിൽക്കുന്നവരെങ്കിലും ഒന്ന് വെറുതെ വിട്. അഭി അമ്മ ഇപ്പം എത്തും. അത് പറഞ്ഞ് അവൾ ദേഷ്യത്തോടെ പടികൾ ഇറങ്ങിപ്പോയി. വേലക്കാർക്കൊക്കെ ഇത്ര സൗന്ദര്യം കൊടുത്താൽ ഞാൻ എന്ത് ചെയ്യാനാ അനന്യ? അവൻ ആത്മകഥം പറഞ്ഞു. അപ്പോഴും അടുക്കളയുടെ കതകിന് പിറകിൽ കരഞ്ഞു കലങ്ങിയ കണ്ണുകളോടെ സ്നേഹം നിന്നു. ശരീരം ഇപ്പോഴും വിറയ്ക്കുന്നുണ്ട്. അപ്പോഴേക്കും പുറത്ത് കാർ വന്നു നിന്നു. അഭിയും അമ്മയും ഇറങ്ങി. എല്ലാവരും അവരെ വരവേൽക്കാൻ മുറ്റത്തേക്ക് പോയി. അപ്പോഴും ആലൻ സ്നേഹയെ അന്വേഷിച്ച് കിച്ചണിലെത്തിയിരുന്നു. ഏയ് സ്നേഹ, ഒന്ന് ഹെൽപ്പ് ചെയ്തപ്പോൾ താൻ പേടിച്ചു പോയോ? പേടിക്കണ്ടടോ, ഞാനൊന്നും ചെയ്യത്തില്ല. തൻ്റെ ആ പേടി, അതാ സ്നേഹ എനിക്ക് കൂടുതൽ ഇഷ്ടമായി. അവനുള്ളിലായി ഓർത്തു. താൻ മുകളിൽ ചെല്ല്. ബാത്റൂം എന്താ ക്ലീൻ ആക്കണം, ബെഡ് റെഡിയാക്കണം, ഗസ്റ്റ് ഉണ്ട്. പിന്നെയും അടിച്ചു നിൽക്കുന്നവൾക്ക് അടുത്തായി അലൻ ഒന്നുകൂടി ചേർന്ന് വന്നു. പെട്ടെന്നവൾ മാറി മുകളിലേക്ക് കയറിപ്പോയി. ഗസ്റ്റ് ആരാണെന്നൊന്നും അവൾ കണ്ടിരുന്നില്ല. സമയം ഏകദേശം ഉച്ച കഴിഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെ അവർ എത്തുമ്പോഴേക്ക് വീട്ടിലെ ഹാളിൽ എല്ലാവരും ഇരിപ്പുറപ്പിച്ചിരുന്നു. അബിക്ക് ആ വീട്ടിലെത്തിയപ്പോൾ വല്ലാത്തൊരു രസമായിരുന്നു. പണ്ടൊക്കെ ഇടയ്ക്കൊക്കെ അവൻ ഇവിടെ വന്ന് നിൽക്കുമായിരുന്നെങ്കിലും കോളേജ് ജോലിക്ക് കയറിന് ശേഷം ആദ്യമായിട്ടാണ് ഇവിടെ വരുന്നത്. അവരും അലനും ഒരേ എഞ്ചിനീയറിംഗ് കോളേജിലായിരുന്നു പഠിച്ചിരുന്നത്. പഠിക്കുന്ന കാലത്ത് പലപ്പോഴും രണ്ടുപേരും ഇവിടെ തന്നെയായിരുന്നു താമസിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ ആ വീടിനോടും അവിടെയുള്ള ഓരോരുത്തരോടും അബിക്കൊരു പ്രത്യേക അടുപ്പമുണ്ടായിരുന്നു. അനന്യയോടും അവൻ അന്നൊക്കെ വളരെ പ്രിയപ്പെട്ട രീതിയിൽ സംസാരിക്കുമായിരുന്നു. അവളെ വിവാഹം കഴിക്കണോ വേണ്ടയോ എന്നൊരു ചെറിയ സംശയം അവൻ്റെ മനസ്സിലുണ്ടായിരുന്നെങ്കിലും ഒന്ന് നോക്കാം എന്നൊരു ചിന്ത പതിയെ അവൻ്റെ മനസ്സിൽ വന്നിരുന്നു. അങ്ങനെ ബാഗുകളൊക്കെ എടുത്തുകൊണ്ട് അവർ അകത്തേക്ക് കയറി. അപ്പോഴേക്കും അലൻ ഓടിയെത്തി. അബിക്ക് കൈ കൊടുത്തു. വിശേഷങ്ങളൊക്കെ ചോദിക്കാൻ തുടങ്ങി. എന്തൊക്കെയുണ്ട് അബി, എത്ര നാളായി കണ്ടിട്ട്? അബിയും ചിരിച്ചുകൊണ്ട് അവനോട് സംസാരിക്കാൻ തുടങ്ങി. പഴയ സൗഹൃദത്തിൻ്റെ ആ പരിചിതമായ ചൂട് ആ നിമിഷം തന്നെ അവന് തോന്നി. അങ്ങനെ കുറച്ചു നേരം എല്ലാവരോടും സംസാരിച്ചും വിശേഷങ്ങളൊക്കെ പങ്കുവച്ചും കഴിഞ്ഞപ്പോഴേക്കും അബിയും പതി ആ വീട്ടിലെ അന്തരീക്ഷമായി സെറ്റായി തുടങ്ങി. അലന് മുകളിൽ സ്നേഹയെ ഒന്ന് പേടിപ്പിക്കണമെന്നൊരു ചിന്ത മനസ്സിലുണ്ടായിരുന്നു. അതുകൊണ്ട് അവൻ പതിയെ മുകളിലേക്ക് കയറി. അപ്പോഴേക്ക് സ്നേഹ ബാത്റൂം വൃത്തിയാക്കുന്ന തിരക്കിലായിരുന്നു. അവൾ ബാത്റൂമൊക്കെ കഴുകി വൃത്തിയാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. പെട്ടെന്ന് അലൻ ഓടി വന്ന് റൂമിൻ്റെ കതകടച്ചു. അവനും വേഗം ബാത്റൂമിൻ്റെ അകത്തേക്ക് കയറി. ഡാ, നീ എന്തിനാ എപ്പോഴും എന്നെ കണ്ട ഇങ്ങനെ പേടിക്കുന്നേ? അവനെ കണ്ടെന്ന് പേടിച്ച് പുറത്തേക്ക് ഇറങ്ങാൻ നിന്ന് സ്നേഹയോട് അവൻ ചോദിച്ചു. അവൻ്റെ സാമീപ്യം തന്നെ അവൾക്ക് വല്ലാത്ത അസ്വസ്ഥത തോന്നിച്ചു. അവൻ പതിയെ പൈപ്പ് തുറന്ന് കാലൊക്കെ കഴുകുന്ന തിരക്കിലായിരുന്നു. ഇടയ്ക്കിടയ്ക്ക് അവളെ ഒളികണ്ണിട്ട് നോക്കുന്നുണ്ടായിരുന്നു. സാർ പൊയ്ക്കോളൂ, ഞാൻ കഴിയാറായി, ഞാനിങ്ങ് വന്നോളാം, അവൾ പതിഞ്ഞ ശബ്ദത്തിൽ പറഞ്ഞു. നീ കഴിയുന്നൊക്കെ വൃത്തിയുണ്ടോ? ഞാനും കൂടെ ഒന്ന് നോക്കട്ടെ, അത്രയും പറഞ്ഞ് അവൻ അവിടെ തന്നെ നിന്നു. അവൾ പുറത്തേക്ക് ഇറങ്ങാൻ വന്ന നേരം അവൻ കൈകൾ നീട്ടി അവളെ തടഞ്ഞു. സാർ, എനിക്ക് പോകണം, സാർ മാറിക്കേ, അവൾ വളരെ ടെൻഷനോടെ പറഞ്ഞു. അവൾക്കിതൊക്കെ ആദ്യത്തെ അനുഭവമായിരുന്നു. കോളേജിൽ ആഷിക്ക് അവളെ കാണാനായി ഇടയ്ക്കൊക്കെ വരുമെങ്കിലും അവളോട് വെറുതെ സംസാരിക്കാറ് മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ എങ്ങനെയാണ് താൻ പ്രതികരിക്കേണ്ടതെന്ന് പോലും സ്നേഹയ്ക്ക് അറിയില്ലായിരുന്നു. താൻ എന്താ ഇവിടെ ചെയ്യേണ്ടത്? ഒരു നിമിഷം അവൾ അങ്ങനെ തന്നെ സ്തംഭിച്ച് നിന്നുപോയി. താഴെയാണെങ്കിൽ അനന്യയുടെ കല്യാണം കഴിക്കാൻ പോകുന്ന ചെക്കനും അവൻ്റെ അമ്മയും വന്നിരിപ്പുണ്ട്. അതായത് എൻ്റെ അപ്പച്ചി അവരുടെ മോൻ. വെറുതെ നീ ഇവിടെ കിടന്ന് കരയണ്ട, ഞാൻ നിന്നെ ഒന്നും ചെയ്യാൻ പോകുന്നില്ല, അത്രയും പറഞ്ഞ് അവൻ കുറച്ചു നേരം അവിടെ തന്നെ നിന്നു. പിന്നെ പതിയെ കൈമാറ്റി അവൾക്ക് കിട്ടിയ അവസരം മുതലെടുത്ത് പെട്ടെന്ന് തന്നെ പുറത്തേക്ക് ഇറങ്ങി. പേടിയോടെ സ്നേഹം ഓടി വന്ന് കഥയുടെ ലോക്കെടുത്ത് കതക് തുറന്നു. കതക് തുറന്നത് മുന്നിൽ കണ്ട കാഴ്ചയിൽ അവൾ ഒരു നിമിഷം സ്തംഭിച്ചു നിന്നുപോയി. തൻ്റെ അഭിഷേക് സാറാണ് അവിടെ നിൽക്കുന്നത്. അവനെ കണ്ട നിമിഷം തന്നെ അവളുടെ ഉള്ളിൽ എന്തോ ഒരു സുരക്ഷിതത്വം തോന്നി. ഇത്രയും നേരം മനസ്സിലുണ്ടായിരുന്ന പേടിയും ടെൻഷനും ഒറ്റ നിമിഷം കൊണ്ട് പുറത്തേക്ക് വന്ന പോലെ. അവൾ ഒന്നും ചിന്തിച്ചില്ല. ആരാണെന്നോ എന്താണെന്നോ പോലും നോക്കാതെ പെട്ടെന്ന് അഭിഷേകിൻ്റെ അടുത്തേക്ക് ഓടിയെത്തി. സാർ, അത്രയും മാത്രമേ അവൾക്ക് പറയാൻ കഴിഞ്ഞുള്ളൂ. അവളുടെ കണ്ണുകൾ നിറഞ്ഞിരുന്നു. വിറയ്ക്കുന്ന ശബ്ദത്തിൽ അവൾ അവൻ്റെ മുന്നിൽ നിന്നോട് കരയാൻ തുടങ്ങി. അഭിഷേക് പെട്ടെന്ന് സ്നേഹ അടുത്തേക്ക് വിളിച്ച് അവളുടെ തോളിൽ കൈവച്ച് നിർത്തി. എന്തു പറ്റി സ്നേഹ? താനെന്താ ഇവിടെ? തനിക്കെന്താ പറ്റി? ഒന്ന് പറയ് സ്നേഹ, എന്തിനാ താൻ കരയുന്നേ? വലിയ ടെൻഷനോടെ അവൻ തുടർച്ചയായി ചോദിച്ചുകൊണ്ടേയിരുന്നു. അപ്പോഴേക്ക് ബാത്റൂമിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി വരുന്ന അലനെ അഭിഷേക് കണ്ടു. അത് കണ്ടതും അഭിഷേകിന് കാര്യങ്ങൾ ഏകദേശം മനസ്സിലായി. കാരണം അലനെ അഭിഷേകിന് നന്നായി അറിയായിരുന്നു. എന്താ ഇത്? സ്നേഹയ്ക്ക് എന്താ പറ്റിയേ? നീ ഇവളോട് എന്തെങ്കിലും ചെയ്തോ? ഈ കുട്ടി എന്തിനാ കരയുന്നേ? അഭിഷേക് ആലിനോട് ചോദിച്ചു.